Hello my dear students. അപ്പോൾ നമ്മളെ first part BS complete ആയിട്ടുണ്ടല്ലേ. So today we are going to learn about our second part. The first chapter is living in harmony. So നമ്മൾ നമ്മുടെ second പാർട്ടിലെ first chapter ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay. From first, I who lived happily in the pond is now leading a sorrowful life in this glass cage. What a fate! Yes, from the picture we can clearly understand that the fish sings their sorrowful experiences. Is it? Yes. അവർ എന്താണ് പറയുന്നത്? അവർ കുളത്തിലായിരുന്ന പോൺസിലായിരുന്ന സമയത്ത് എന്താണ് അവർ ഒരുപാട് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. ബട്ട് ആ ഒരു ഗ്ലാസ് കേജിൻ്റെ ഉള്ളിൽ എത്തിയപ്പോഴേക്കും അവർക്ക് ഒരുപാട് സോറോഫുൾ ലൈഫാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഡിഡിൻ യു നോട്ടീസ് ദി സോറോ ഓഫ് ദി ഫിഷ്? യെസ്. ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻ പോൺസ് വിച്ച് എനേബിൾ ടു ഫിഷ് ടു ലൈവ്? പോൺസിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഫിഷിന്, മീനുകൾ അവിടെ ജീവിക്കാനുള്ള എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു പോണ്ടിൽ ഉണ്ടാകുന്നത്? കമ്പയർ ടു എ ഗ്ലാസ് കേജ്, അക്വേറിയങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വേറെ ഫാക്ടേഴ്സാണ് ഒരു പോൺസിൽ കാണപ്പെടുന്നത്? യെസ്, ഓഫ് കോഴ്സ് അവിടെ എയർ ഉണ്ടാകും, സോയിൽ ഉണ്ടാകും, വാട്ടർ, സൺലൈറ്റ്, small creatures, aquatic plants, etc. So those all factors are seen in pond. Okay. Are the biotic and abiotic factors in your findings? Yes. നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വാട്ടർ, എയർ, സോയിൽ, സൺലൈറ്റ്, aquatic plants. Aquatic plants means yes, നമ്മുടെ പോൺസിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ സസ്യങ്ങൾ. ദെൻ സ്മോൾ ക്രിയേച്ചേഴ്സ് മീൻസ് പോൺസിലൊക്കെ കാണപ്പെടുന്ന ചിലതരം ചെറിയ ജീവികൾ. ഇതൊക്കെയാണ് മെയിനായിട്ടും ഒരു പോണ്ടിൽ കാണപ്പെടുന്ന ഫാക്ടേഴ്സ്. ഇതിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഇല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് യു മീൻ ബൈ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്? ബയോട്ടിക് വിച്ച് മീൻസ് ലിവിങ്, അതായത് ജീവനുള്ളവയാണ്. അബയോട്ടിക് എന്ന് വെച്ചാൽ അജീവിയം, ദാറ്റ് മീൻസ് ജീവനില്ലാത്തവ. സോ ഫ്രം ദിസ് ഇതിൽ ഏതിനൊക്കെയാണ് ജീവനുള്ളത്? യെസ്, ഓഫ് കോഴ്സ് അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് സ്മോൾ ക്രിയേച്ചേഴ്സ് ആർ ദി ബയോട്ടിക് ഫാക്ടേഴ്സ്. ഓക്കെ. And water, air, soil, sunlight, those are the abiotic factors. So biotic factors ഏതാണെന്നും abiotic factors ഏതാണെന്നും ക്ലാസിഫൈ ചെയ്തിട്ട് ആ ടേബിളിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. വിച്ച് ഓഫ് ദോസ് ഫാക്ടേഴ്സ് ആർ മിസ്സിംഗ് ഫോർ ദ ഫിഷ് ഇൻ ദി അക്വേറിയം? സോ കമ്പയർഡ് ടു പോണ്ട്, ഈ അക്വേറിയത്തിൽ കഴിയുന്ന ഫിഷിന് ഇതിൽ ഏതെല്ലാം ഫാക്ടേഴ്സിനെയാണ് മിസ്സാകുന്നത്? യെസ്, ഏതുണ്ട്? സോയിലുണ്ട്, എയറും വാട്ടറും എന്തായാലും ഉണ്ടാകും അല്ലേ. സോയിൽ മിസ്സാകുന്നുണ്ട്, അതുപോലെ സ്മോൾ ക്രിയേച്ചേഴ്സിനെയും അക്വാട്ടിക് പ്ലാന്റ്സിനെയും. സോ ഒരു പോണ്ടിൽ കഴിയുന്ന ഫിഷും അക്വേറിയത്തിൽ കഴിയുന്ന ഫിഷും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അക്വേറിയത്തിൽ കഴിയുന്ന ഫിഷിന് സോയിലിനും അക്വാട്ടിക് പ്ലാന്റ്സിനെയും സ്മോൾ ക്രിയേച്ചേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്? മിസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഫാക്ടേഴ്സ് അവർക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ. And the next one is in unison. Notice the picture. How many are the organisms living here together? Yes, from the picture we can understand that there are so many living organisms are living together. അവരെന്താണ് ഒരുമിച്ചിട്ടാണ് അവിടെ ഒരുപാട് ഓർഗാനിസംസ് ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അവിടെ നമുക്ക് ആരൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? യെസ്, ബട്ടർഫ്ലൈ, സ്മോൾ ക്രിയേച്ചേഴ്സ്, സ്നേക്ക്, ടോർട്ടോയ്സ്, ഫ്രോഗ്, ഫിഷ്, എക്സെട്ര. സോ ആർ ദർ ഓൺലി ലിവിങ് ബീങ്സ്? അവിടെ ലിവിങ് ബീങ്സ് മാത്രമാണോ കാണപ്പെടുന്നത്? നോ.
Do all organisms depend on the same biotic and abiotic factors? അവിടെയുള്ള എല്ലാ ഓർഗാനിസവും സെയിം ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നോ, all organisms are not depend on the same biotic and abiotic factors. അവരെന്താണ്? വേറെ വേറെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. And next question, which are the biotic and abiotic factors that the crane depend on for its existence? Crane means എന്താണ്? കൊക്ക് അതിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൊക്കിന് എന്തൊക്കെ ആവശ്യമുണ്ട് ജീവിക്കാൻ. ജീവിയമായിട്ടും അജീവിയമായിട്ടും എന്തെല്ലാം ഫാക്ടേഴ്സ് ആവശ്യമുണ്ട്? വാട്ടർ, soil, air, fish, sunlight. So the crane have water, soil, air, fish, sunlight are the biotic and abiotic factors that the crane depend on for its existence. Okay, so ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യന് ദെൻ ഈ പാരഗ്രാഫിൽ തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ദി ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ദി ഓർഗാനിസംസ് ഇൻ യുവർ സറൗണ്ടിങ്സ് ഡിപ്പെൻഡ് ഓൺ ഫോർ ദെയർ എക്സിസ്റ്റൻസ്. സോ ഓർഗാനിസമായിട്ട് ഫോക്സും വേമും ആണ് നമ്മൾ ആ ടേബിളിൽ കാണാൻ കഴിയുന്നത്. സോ റിലേയിങ് ഫാക്ടേഴ്സിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് പറയുന്നുണ്ട്. ഇതിൽ ഫോക്സിൻ്റെ ബയോട്ടിക് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഫോക്സിന് എന്തൊക്കെയാണ് ജീവീയ ഘടകങ്ങൾ എന്തൊക്കെ വേണ്ടത്? അതിന് എന്തൊക്കെ വേണം? യെസ്, സ്മോൾ ക്രിയേച്ചേഴ്സിന് അതിന് ഫുഡായിട്ട് ആവശ്യമുണ്ട്. ദെൻ അബയോട്ടിക് ഫാക്ടേഴ്സായിട്ട് അതിന് വാട്ടർ ആവശ്യമുണ്ട്, എയർ, സൺലൈറ്റ്, സോയിൽ, ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഫോക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബയോട്ടിക്കിൽ സ്മാൾ ക്രിയേച്ചേഴ്സും അബയോട്ടിക്കിൽ വാട്ടർ, സോയിൽ, സൺലൈറ്റ്, ന്യൂട്രിയൻ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ വേം മീൻസ് പുഴു. അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? പ്ലാന്റ്സും ട്രീസും ആണ് അതിൻ്റെ ബയോട്ടിക് ഫാക്ടേഴ്സ്. ആൻഡ് ദി അബയോട്ടിക് ഫാക്ടേഴ്സ് ആർ സൺലൈറ്റ്, സോയിൽ, ഹീറ്റ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കറിയുന്ന ഒരു 2 or 3 ഓർഗാനിസത്തിന് നെയിം ചെയ്ത്. ഫോർ എക്സാമ്പിൾ ഫ്രോഗിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫ്രോഗിന് ആരൊക്കെയാണ് ആവശ്യമുള്ളത്? ഇൻസെക്ട്സിന്, സ്മോൾ ക്രിയേച്ചേഴ്സിനൊക്കെയാണ് ഫ്രോഗിന് ആവശ്യമുള്ളത്. അതിൻ്റെ അബയോട്ടിക് ഫാക്ടേഴ്സ് ജീവനില്ലാത്തവ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഫ്രോഗിന്? സോയിൽ, വാട്ടർ, എയർ, സൺലൈറ്റ്, അങ്ങനെയുള്ളതാണ് ഫ്രോഗിന് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കറിയുന്ന 2-3 ഓർഗാനിസത്തിന് നെയിം കൂടി അതിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വിച്ച് ആർ ദി ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് എന്നുള്ളതും കൂടി ആ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, every living being depends upon many biotic and abiotic factors for their existence. Okay, ecosystem, the natural surroundings in which an organism lived is called its habitat. That means ഒരു ഓർഗാനിസം അതിന് ജീവിക്കാൻ വേണ്ട ദാറ്റ് നാച്ചുറൽ സെറ്റപ്പ് ഓർ ദ നാച്ചുറൽ സറൗണ്ടിങ്സ്, അത് ജീവിക്കുന്ന ആ ഒരു നാച്ചുറൽ സറൗണ്ടിങ്സിനെ വിളിക്കുന്ന പേരാണ് ഹാബിറ്റാറ്റ്, വിച്ച് മീൻസ് ആവാസം. ഓക്കെ, ദി ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ ദി സറൗണ്ടിങ്സ് and their mutual relationship together form the ecosystem. So what do you mean by ecosystem? Yes, our biotic and abiotic factors inde mutual relationship ne orumichu vilikkunna perana ecosystem. So habitat, which means the natural surroundings in which an organism is live, is called its habitat, and the biotic and abiotic factors in the surroundings and their mutual relationship together to form the ecosystem. So ecosystem എന്ന് വെച്ചാൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഒരുമിച്ച് കാണപ്പെടുന്ന ആ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്? എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം വിച്ച് മീൻസ് ആവാസ വ്യവസ്ഥ. ഓക്കെ, ആൻഡ് വിച്ച് ആർ ദി എക്കോസിസ്റ്റം ഇൻ യുവർ ലൊക്കാലിറ്റി? ലിസ്റ്റ് ദം. നമ്മുടെ ഏരിയയിൽ കാണപ്പെടുന്ന എക്കോസിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുക.
ഫോർ എക്സാമ്പിൾ സ്കാറ്റ് ഗ്രോവ്സ്, അതായത് കാവുകൾ നമ്മളെടുത്ത് കാണാറുണ്ടല്ലേ, അത് ഒരു എക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ലൈക്ക് ദിസ് pond, river, field, lake, mangrove forest are the another examples for ecosystems. So what do you mean by എങ്ങനെയാണ് പോണ്ടും റിവറും ഫീൽഡും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? യെസ്, ഇതിലൊക്കെ there are so many biotic and abiotic factors are included. So they are the examples for ecosystems. Okay, and the next one, ഫ്രം ദി ഒബ്സർവേഷൻ നോട്ട് ഓഫ് അമ്മു. അമ്മു എന്ന് പറയുന്നൊരു കുട്ടി എന്തോ ഒബ്സർവ് ചെയ്തിട്ട് ഒരു നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ഓക്കെ. ആസ് ഇറ്റ് വാസ് നോൺ ദി ബോട്ടം ഓഫ് ദ പോണ്ട് കുഡ് ബി സീൻ ക്ലിയർലി. യെസ്, അതൊരു നൂൺ ടൈം ആയതുകൊണ്ട് തന്നെ പോണ്ടിൻ്റെ അടിഭാഗം ക്ലിയർലി ആയിട്ട് വിസിബിൾ ആയിരുന്നു. We watched with interest various kind of fishes swimming in water. ഞങ്ങൾ നല്ല ഉത്സാഹത്തോടു കൂടി തന്നെയായിരുന്നു അത് വാച്ച് ചെയ്തിരുന്നത്. ഒരുപാട് ഫിഷസ് സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. സം ഫിഷസ് were feeding on tiny plants in the water. സോ വാട്ടറിലുള്ള ചില ടൈനി പ്ലാന്റ്സ് വിച്ച് മീൻസ് സ്മോൾ പ്ലാന്റ്സിനെ ചില ഫിഷസ് ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു, ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. Suddenly a grasshopper fell into the water. പെട്ടെന്നൊരു ഗ്രാസ് ഹോപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? പുൽച്ചാടി വന്നിട്ട് വെള്ളത്തിലോട്ട് വീണു. ടപ്പ്. A varal fish sprang up from the bottom of the pond and swallowed it. പെട്ടെന്ന് അത് വന്ന് വീണ ടൈം നോക്കിയിട്ട് തന്നെ ഈ കുളത്തിൻ്റെ അടിയിൽ നിന്നൊരു വരാൽ മീൻ വന്നിട്ട് അതിനെ കൊത്തിയിട്ട് അതിനെ വിഴുങ്ങിയിട്ട് പോയി. Soon it returned and hid under a stone. ഇത് എന്ത് ചെയ്താൽ അതിനെ വിഴുങ്ങിക്കഴിഞ്ഞ് അത് ഭക്ഷണമാക്കിയതിന് ശേഷം ഒരു സ്റ്റോണിൻ്റെ ഉള്ളിൽ അത് ഒളിച്ചു നിന്ന്. From a hole on one side of the pond come out a water snake and it caught a frog. എന്ത് ചെയ്തിട്ടുണ്ട്? പോണ്ടിൻ്റെ ഒരു ഹോളിൽ നിന്നും വാട്ടർ സ്നേക്ക് വിച്ച് മീൻസ് നീർക്കോലി വന്നിട്ടൊരു തവളനെ പിടിച്ചു. മെനി ഓഫ് us were scared to see this. ഞങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ ഒന്ന് പേടിച്ചിട്ടാണ് ഇതൊക്കെ കണ്ടു നിന്നത്. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് എ സ്കൂൾ ഓഫ് ഫിഷ് സ്വിമ്മിങ് അലോങ് ടുഗദർ. സ്കൂൾ ഓഫ് ഫിഷ് വിച്ച് മീൻസ് മീനിൻ്റെ കൂട്ടങ്ങൾ ഒരുമിച്ച് സ്വിം ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വെൻ എ ബിഗ് ഫിഷ് കെയിം ടു ക്യാച്ച് ദം, they disappeared behind the algae in the corner of the pond. So വലിയ മീനുകൾ വന്ന് ഈ ചെറിയ മീനിനെ ഭക്ഷണമാക്കാൻ സമയത്ത് ഈ സ്മോൾ ഫിഷസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ആൽഗേൻ്റെയും ഇടയിൽ പോയിട്ട് ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഹൗ മെനി സച്ച് ഫാക്ടേഴ്സ് ആർ ദർ ഇൻ ദി പോണ്ട്? എത്ര ഫാക്ടേഴ്സാണ് നമ്മളെ പോണ്ടിലുള്ളത് അല്ലേ? വാട്ടർ, സാൻഡ്, സ്റ്റോൺ, എയർ, ആൽഗെ, വാട്ടർ പ്ലാന്റ്, ഫിഷ്, ഫ്രോഗ് ആൻഡ് വാട്ടർ സ്നേക്ക് ആർ സം ഓഫ് ദം. അതിൽ കാണപ്പെടുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. വെൻ ദ ടീച്ചർ ടുക്ക് us to see the pond, we never thought that the pond had such a variety of things to be seen and understood. സോ അവർ പോണ്ട് ഒബ്സേർവ് ചെയ്യാൻ പോയ ടൈമിൽ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മളോട് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ഫ്രം ദീസ് ഒബ്സർവേഷൻ വിസിറ്റ് എനി ഓഫ് ദോസ് എക്കോസിസ്റ്റംസ്. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഡോണ്ട് ഫോർഗെറ്റ് ടു മേക്ക് യൂസ് ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഇൻ യുവർ പഞ്ചായത്ത്. നമ്മുടെ പഞ്ചായത്തിൽ കാണപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററും തയ്യാറാക്കുക. അതിൽ എന്തൊക്കെ പ്ലാനിങ് ആണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാണാൻ പോകുന്ന ടൈമിൽ എന്തൊക്കെ പ്ലാനിങ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? യെസ്, ഫിക്സ് ദി വെന്യൂ ആൻഡ് ടൈം. സ്ഥലവും സമയവും നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. എക്സ്പേർട്ടുകളിൽ നിന്നും ഹെൽപ്പ് അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയണം. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ടൂറിന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ടൂറിന് പെട്ടെന്ന് എല്ലാവരും ബസ് കയറി അങ്ങോട്ട് പോകണമല്ലോ. അതിനോരോരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഓരോ സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് അതിന് ടൈം എടുക്കും, എവിടേക്കാണ് പോകുന്നത്, എത്ര പേര്, അതിനെക്കുറിച്ച് നമ്മൾ ഫുള്ളൊരു ഡീറ്റെയിൽസ് ആക്കിയിട്ട് നമ്മൾ അതിന് പോകുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്ലാനിങ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഹൗ ക്യാൻ വി റെക്കോർഡ് അവർ ഒബ്സർവേഷൻ. നമ്മൾ കണ്ട കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും? ഫ്രം ടാബിളായിട്ട് നമുക്ക് ത്രൂ ടാബിൾ വഴി, ഇല്ലുസ്ട്രേഷൻസ് വഴി,
ഷോർട്ട് നോട്ട്സ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ടാബ്ലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വാട്ട് ഷുഡ് ബി ഡൺ ആഫ്റ്റർ ദി വിസിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അനലൈസ് ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ദി ഒബ്സർവേഷൻ നോട്ടാണ്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒബ്സർവേഷൻ നോട്ട് അനലൈസ് ആൻഡ് മോഡിഫൈ ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ദി റിപ്പോർട്ട്. എന്നിട്ട് അതെന്ത് ചെയ്യുക, അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫോർ ഫുഡ്. ഹാവ് യു സീൻ വാട്ടർ സ്നേക്ക് ക്യാപ്ചറിങ് എ ഫ്രോഗ്? നീർക്കോലി തവളയെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വാട്ടർ സ്നേക്സ് ഫീഡ് ഓൺ ഫ്രോഗ്. നീർക്കോലി എന്താണ്, ഫ്രോഗിനെ ഭക്ഷണമാക്കുന്നുണ്ട്. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ദ ഫ്രോഗ് ഫീഡ് ഓൺ? സോ എന്തൊക്കെയാണ് ഫ്രോഗ് ഭക്ഷണമാക്കുന്നത്? ഫ്രോഗ് എന്തിനൊക്കെയാണ് ഈറ്റ് ചെയ്യുന്നത്? യെസ്, ഗ്രാസ് ഹോപ്പർ, സ്മോൾ ഇൻസെക്ട്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രോഗ് ഫീഡ് ചെയ്യുന്നുണ്ട്. ഫ്രം വേർ ഡസ് ദി ഗ്രാസ് ഹോപ്പർ ഒബ്റ്റെയിൻഡ് ഇറ്റ്സ് ഫുഡ്? ഇങ്ങനെയാണെങ്കിൽ ഗ്രാസ് ഹോപ്പറിന് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുന്നത്? യെസ്, ദി ഗ്രാസ് ഹോപ്പർ ഒബ്റ്റെയിൻഡ് ഇറ്റ്സ് ഫുഡ് ഫ്രം ദി ഗ്രാസ്. ഓക്കെ. സോ നമുക്കവിടെ 4 പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ ബേസിൽ ഏതൊക്കെയാണ് ഏതിനൊക്കെ ഈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ. ഫസ്റ്റ് കാണുന്നത് എന്താണ്? യെസ്, ഗ്രാസ്. ഗ്രാസ് ആരാണ് ഫീഡ് ചെയ്യുന്നത്? ഗ്രാസ് ഹോപ്പർ. ആൻഡ് ഗ്രാസ് ഹോപ്പറിന് ആര് ഫീഡ് ചെയ്യുന്നുണ്ട്? ഫ്രോഗ്. ഫ്രോഗിന് ആര് ഫീഡ് ചെയ്യുന്നുണ്ട്? വാട്ടർ സ്നേക്ക്. ഓക്കെ. ഇതുപോലെ നമുക്ക് ഒരുപാട് ഫുഡ് റിലേഷൻസിന് വേണ്ടിയിട്ട് ഒരു 12 ഓർഗാനിസത്തിൻ്റെ പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. ഡിയർ, ഗ്രാസ് ഹോപ്പർ, ഹെൻ, ടൈഗർ, വേം, പീകോക്ക്, ഗ്രാസ് ലയൺ, സ്നേക്ക്, റാബിറ്റ്, ഫ്രോഗ്, ഫോക്സ് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള ഇത് എന്ത് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രാസ് ഡിയർ കഴിക്കുന്നുണ്ട്. അതിനാര് ഭക്ഷണമാക്കുന്നുണ്ട്? ലയൺ. അതുപോലെ ഫോർ എക്സാമ്പിളായിട്ട് പറയാം, ഗ്രാസ് ഈറ്റ് ചെയ്യുന്നതാണ് ഗ്രാസ് ഹോപ്പർ അല്ലേ? ദെൻ ഗ്രാസ് ഹോപ്പറിന് ആര് ഈറ്റ് ചെയ്യുന്നുണ്ട്? ഫ്രോഗ്, സ്നേക്ക്. അത് നമ്മൾ പറഞ്ഞു അല്ലേ? അതുപോലെ ഈ ഒരു പിക്ചേഴ്സ് നോക്കൂ. ഇതിന് നമുക്ക് വേറെ ഏതൊക്കെ റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്? യെസ്, ഗ്രാസ്. ദെൻ പുല്ലാര് കഴിക്കുന്നുണ്ട്? വേം. പുഴുക്കൾ കഴിക്കുന്നുണ്ട് അല്ലേ? വേമിന്, പുഴുവിനെ ആര് കൊത്തി തന്നുണ്ട്? ഫോൾ. ദാറ്റ് മീൻസ് കോഴികൾ. കോഴീനെ ആരൊക്കെ കഴിക്കുന്നുണ്ട്? ഫോക്സ്. ഓക്കെ. ഇതുപോലെയുള്ള എത്ര ഫുഡ് റിലേഷൻഷിപ്പ് നമുക്ക് തന്നിട്ടുള്ള പിക്ചേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് എഴുതാം. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദീസ് ടൈപ്സ് ഓഫ് ഫുഡ് റിലേഷൻസ് ആർ കാൾഡ് ഫുഡ് ചെയിൻ. സോ ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ എഴുതുന്നതിനെ പറയുന്ന പേരാണ് ഫുഡ് ചെയിൻ. സോ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു എക്സാം നമ്മുടെ ക്വസ്റ്റ്യൻ തരികയാണ്, ഫുഡ് ചെയിൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? യെസ്, ഇങ്ങനെയുള്ള ഓരോന്നിൻ്റേത് ആരോ മാർക്ക് ഇട്ടിട്ട് വേണം ഫുഡ് ചെയിൻസ് എഴുതാൻ. ആരൊക്കെ ഫീഡ് ചെയ്യുന്നത് എന്നും കൂടി കറക്റ്റ് ഓർഡറിൽ എഴുതണം. ഓക്കെ. ഫൈൻഡ് ഔട്ട് മോർ സച്ച് ഫുഡ് ചെയിൻസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. ഒരു കുറച്ചും കൂടി ഫുഡ് ചെയിൻസിന് എക്സാമ്പിൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതാം. Write down the initial levels in the food chain you have found out. സോ നമ്മൾ ഒരുപാട് ഫുഡ് ചെയിൻസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ലെവൽ, ഫസ്റ്റ് ലെവൽ എവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്? യെസ്, അതൊരു അനിമലിൽ നിന്നാവോ തുടങ്ങുന്നത്? നോ, ഇറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദി പ്രൊഡ്യൂസേഴ്സ്. ദാറ്റ് മീൻസ് പ്ലാന്റ്സ്. അതായത് ഗ്രാസ് ഹോപ്പർ, പ്ലാന്റ്സ്, കാരറ്റ്, പാഡി, ലീവ്സ്, ഇതൊക്കെ ആയിരിക്കും ഇനീഷ്യൽ ലെവൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലിൽ ഒരു ഫുഡ് ചെയിൻ്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് ഓർഗാനിസംസ് ഒക്കുപ്പൈ ദി ടോപ്പ് ലെവൽ ഇൻ ദി ഫുഡ് ചെയിൻസ്? ഇങ്ങനെ ഉണ്ടാകുന്ന ഫുഡ് ചെയിൻസിൽ
ടോപ്പ് ലെവൽ, ഏറ്റവും മുകളിൽ, ഏറ്റവും ലാസ്റ്റ് എത്തി നിൽക്കുന്നത്, ഏറ്റവും മുകളിൽ ആരാണ് എത്തി നിൽക്കുന്നത്? യെസ്, അതൊന്നെങ്കിൽ എന്തായിരിക്കും? ലയൺ, ഫോക്സ്, വൾച്ചർ, ക്രെയിൻ എക്സെട്ര. അപ്പോൾ എന്താണ് തുടങ്ങുന്നത്? ഗ്രാസ് ഹോപ്പർ, പാഡി, ലീവ്സ് എന്നാണെങ്കിൽ അത് അവസാനിക്കുന്നത് ക്രെയിൻ, ലയൺ, ഫോക്സ്, ടൈഗർ അതിലാണ്. ഓക്കെ. So, green plants always occupy the first level of the food chain. ഫുഡ് ചെയിൻ്റെ ഫസ്റ്റ് ലെവലിൽ എപ്പോഴും നിൽക്കുന്നത് ആരാണ്? ഇറ്റ്സ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ദി ഗ്രീൻ പ്ലാന്റ്സ്. ദ ടോപ്പ് ലെവൽ ഈസ് ഓക്കുപ്പൈഡ് ബൈ ദി കാർണിവോഴ്സ്. ടോപ്പ് ലെവലിൽ എപ്പോഴും ആരാണ് നിൽക്കുന്നത്? കാർണിവോഴ്സ്. ദാറ്റ് മീൻസ് മാംസഭോജികൾ, മാംസം കഴിക്കുന്നവരായിരിക്കും ടോപ്പ് ലെവലിൽ. ആൻഡ് ദ ഇൻ്റർമീഡിയറ്റ് വൺസ് മേ ബി ഹെർബിവോഴ്സ് ഓർ ഓംനിവോഴ്സ്. നടുവിൽ ആരെയാണ് കാണപ്പെടുന്നത്? ഹെർബിവോഴ്സ്, വിച്ച് മീൻസ് സസ്യങ്ങളെ ഭക്ഷണമാക്കുന്നവർ, സസ്യഭോജികൾ. ഓർ ഓംനിവോഴ്സ്, ദാറ്റ് മീൻസ് മിശ്രഭോജികൾ, അതായത് രണ്ടും ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും ഒന്നെങ്കിൽ വരിക. സോ നമ്മളൊരു ഫുഡ് ചെയിൻ എടുത്താൽ അതിൻ്റെ ഫസ്റ്റ് ലെവലിൽ കാണുന്നത് ആരാണ്? പ്രൊഡ്യൂസേഴ്സാണ്. ആൻഡ് ഇൻ്റർമീഡിയറ്റിൽ കാണുന്നവർ ഒന്നെങ്കിൽ ഓംനിവോഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഹെർബിവോഴ്സ് ആയിരിക്കും. ആൻഡ് ദി ടോപ്പ് ലെവൽ ലാസ്റ്റിൽ കാണുന്നവർ ആരായിരിക്കും? കാർണിവോഴ്സ് ആയിരിക്കും. ഇത് തന്നെ എക്സാമ്പിൾ എടുത്താൽ നോക്കി നോക്കൂ. ഫസ്റ്റ് ഗ്രാസ് കണ്ടോ, ദീസ് ആർ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. ആൻഡ് ഇവിടെ വരുന്നവർ ആരായിട്ട് വരുന്നുണ്ട്? ഓംനിവോഴ്സോ അല്ലെങ്കിൽ ഹെർബിവോഴ്സോ. ആൻഡ് ലാസ്റ്റ് വരുന്നത് ആരാണ്? ഫോക്സ്, ദാറ്റ് ഈസ് കാർണിവോഴ്സ്. ഇതെന്താണ്? അതെന്താണ് ഭക്ഷണമാക്കുന്നത്? അനിമൽസിനെ മാത്രമേ ഭക്ഷണമാക്കുന്നുള്ളൂ. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഹൗ മെനി ഫുഡ് റിലേഷൻസ്. നമുക്ക് അവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഗ്രാസ് കഴിക്കുന്നവരാണ് റാബിറ്റ്, ഗോട്ട്, വേം, ഗ്രാസ് ഹോപ്പറൊക്കെ. ദെൻ റാബിറ്റിനെയും ഗോട്ടിനെയും ഫീഡ് ചെയ്യുന്നവരാണ് ലയൺ, ടൈഗർ, ഹ്യൂമൻ. ആൻഡ് വേം, ഗ്രാസ് ഹോപ്പറിന് ഫീഡ് ചെയ്യുന്നവരാണ് ഫോൾ, ഫ്രോഗ്, കലോട്ട്സ്. ഓക്കെ. ആൻഡ് ഡിയറിന് ആരാണ് ഭക്ഷണമാക്കുന്നത്? ലയണും ടൈഗറും. ആൻഡ് അതുപോലെ തന്നെ ഫ്രോഗിനെ ആര് ഭക്ഷണമാക്കുന്നുണ്ട്? യെസ്, ഫ്രോഗിന് ഫീഡ് ചെയ്യുന്നുണ്ട് സ്നേക്കിന് ആര് ഫീഡ് ചെയ്യുന്നുണ്ട്? ഈഗിൾ അല്ലേ. സോ ആ ഒരു ഫുഡ് റിലേഷൻസ് നല്ല രീതിയിലൊന്ന് നോക്കി മനസ്സിലാക്കുക. ദെൻ ഈസ് ഇറ്റ് ഓൺലി ദ ഫ്രോഗ് ദാറ്റ് ഈറ്റ് ദി ഗ്രാസ് ഹോപ്പർ? അതായത് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഫ്രോഗ് മാത്രമേ ഉള്ളൂ ഗ്രാസ് ഹോപ്പറിനെ ഫുഡാക്കുന്നത്? നോ, ഹെന്ന്, ക്യാംലോൺ also eat the grasshopper. ഫ്രോഗ് മാത്രമല്ല ഗ്രാസ് ഹോപ്പറിനെ ഭക്ഷണമാക്കുന്നത്, ഹെന്നും ക്യാംലോണും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ദേ ഈറ്റ് ദി ഗ്രാസ് ഹോപ്പർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓൾ ഓർഗാനിസംസ് ആർ ഈറ്റൺ ബൈ ദി ലയൺ? ലയൺ ഭക്ഷണമാക്കുന്നത് ആരൊക്കെയാണ്? യെസ്, ഡിയർ, റാബിറ്റ്, ഗോട്ട്. ഓക്കെ. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹൗ മെനി ഫുഡ് ചെയിൻസ് ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഫ്രം ദീസ്? ഇതിൽ നിന്നും തന്നിട്ടുള്ള ആ ഒരു പേജിൽ നമ്മൾ കണ്ട ഇല്ലുസ്ട്രേഷനിൽ നിന്നും എത്ര ഫുഡ് ചെയിൻസ് നമുക്ക് കണ്ടെത്താനാകും എന്നുള്ളതും കൂടി എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് അയച്ചു തരാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.